പ്രിയമുള്ളവരെ, ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ 6ാമത്തെ പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന ചില സെറ്റിങ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. ക്ലാസ് റൂമുകളിലെ ഉറുദു കുട്ടികളുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ ആ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതിനും അതിലൂടെ രക്ഷിതാക്കൾക്ക് തൻ്റെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ കാണാനും പരസ്പരം വിലയിരുത്താനും സാധിക്കും. നമ്മൾ വാട്സപ്പിൽ മൊബൈൽ ഡാറ്റ ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളെ ഫോട്ടോയും വീഡിയോയും എല്ലാം ഡൗൺലോഡ് ആവുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ക്ലിക്ക് ചെയ്യുക. അവിടെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏതെങ്കിലും ഓപ്ഷനുകൾ ടിക്കായി കിടക്കുന്നുണ്ട് എങ്കിൽ ഡാറ്റ ഓൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവ ഡൗൺലോഡ് ആവുന്നതാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ടിക്ക് അൺടിക്ക് ചെയ്ത് ഓക്കെ നൽകേണ്ടതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോൾ മാത്രമേ ഫോട്ടോയും വീഡിയോയും നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെയും ഏതെങ്കിലും ടിക്ക് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതും അൺടിക്ക് ചെയ്ത് ഓക്കെ നൽകാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത വാട്സപ്പിൽ നമ്മൾ പറയുന്നത്, നമ്മളെല്ലാവരും ഒന്നിലധികം ഗ്രൂപ്പുകളിൽ അംഗങ്ങളായവരാണ്. ചില ഗ്രൂപ്പിൽ നിന്ന് വരുന്ന വീഡിയോയും ഡോക്യുമെൻറ്റും ഫോട്ടോയും നമ്മളെ ഗ്യാലറിയിലേക്ക് നമുക്ക് ഡൗൺലോഡാക്കി വെക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം ഇവിടെ പരിചയപ്പെടുത്തുന്നു. ആ ഗ്രൂപ്പ് തുറന്ന് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ഗ്രൂപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് ഇൻഫോയിൽ നിന്ന് മീഡിയ വിസിബിലിറ്റി എന്ന് കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിഫാൾട്ടായിട്ട് യെസ് ആണ് ഉണ്ടായിരിക്കുക. ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോയും ഫോട്ടോയും എല്ലാം ഗ്യാലറിയിലേക്ക് വരുന്നതാണ്. അത് നോ കൊടുത്ത് ഓക്കെ നൽകിയാൽ ആ ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോയും വീഡിയോയും നമ്മളെ ഗ്യാലറിയിലേക്ക് സ്റ്റോർ ആവുകയില്ല. ഇനി നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഗ്രൂപ്പിൽ അഡ്മിന് മാത്രം മെസ്സേജ് അയക്കുന്ന സമ്പ്രദായം എങ്ങനെയാണെന്ന് നോക്കാം. നിർമ്മിച്ചൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ആ ഗ്രൂപ്പിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്യുക. അവിടെ ഗ്രൂപ്പ് സെറ്റിംഗ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. സെൻഡ് മെസ്സേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അതിൽ മെസ്സേജ് അയക്കാൻ സാധിക്കും. ഓൺലി അഡ്മിൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകിയാൽ ആ ഗ്രൂപ്പിലെ അഡ്മിന് മാത്രമേ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ അംഗങ്ങളെയും പരസ്പരം കാണാൻ സാധിക്കും. എന്നാൽ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിലൂടെ അംഗങ്ങൾക്ക് പരസ്പരം കാണാൻ സാധിക്കാത്ത ഒരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ന്യൂ ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ആളുകളെയൊക്കെ നമ്മുടെ കോൺടാക്ട്സിൽ നിന്ന് സെലക്ട് ചെയ്ത് ടിക്ക് നൽകാം. ഇങ്ങനെ നിർമ്മിക്കുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മെസ്സേജ് അയക്കാൻ സാധിക്കുമെങ്കിലും അതിൽ അംഗങ്ങളായ ആളുകൾക്ക് പേഴ്സണലായിട്ടാണ് മെസ്സേജ് വരിക. ആ ഗ്രൂപ്പിലുള്ളവരെ പരസ്പരം കാണാൻ സാധിക്കുന്നതല്ല. മറ്റൊന്ന്, ഒരു ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചില മെസ്സേജുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ നമുക്ക് അവിടെ സ്റ്റാർ ചെയ്ത് വെക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അങ്ങനെ സ്റ്റാർ ചെയ്യേണ്ട മെസ്സേജുകൾ സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന ഈ സ്റ്റാർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പ് മോറൽ ഓപ്ഷനിൽ പോയിട്ട് ക്ലിയർ ചാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 2 ഓപ്ഷൻ വരും. ഇവിടെ ഡിലീറ്റ് സ്റ്റാർ മെസ്സേജ് എന്നുള്ളതിന് ടിക്ക് ചെയ്താൽ മാത്രമേ ആ സ്റ്റാർ ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ആവുകയുള്ളൂ. അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ ചെയ്ത മെസ്സേജ് ഡിലീറ്റ് ആവുകയില്ല. അതേപോലെ തന്നെ ഈ ഡിലീറ്റ് മീഡിയ ഇൻ ദിസ് ചാറ്റ് എന്നുള്ളത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ആവുകയില്ല. ഈ ഒരു 2 പ്രത്യേകതയും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട്. മറ്റൊന്ന്, ഒരു ഗ്രൂപ്പിൽ വന്ന മെസ്സേജിന് നമുക്ക് ഗ്രൂപ്പിൽ തന്നെ മെൻഷൻ ചെയ്ത് മറുപടി നൽകാൻ സാധിക്കും. എന്നാൽ ആ മെസ്സേജ് ആരാണോ അയച്ചത് അയാൾക്ക് പ്രൈവറ്റായിട്ട് റിപ്ലൈ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആ മെസ്സേജ് സെലക്ട് ചെയ്ത് മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് റിപ്ലൈ പ്രൈവറ്റ്ലി എന്ന് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് റിപ്ലൈ നൽകിയാൽ ആരാണോ അയച്ചത് അയാൾക്ക് മാത്രമേ ആ മെസ്സേജ് പോവുകയുള്ളൂ. മറ്റൊരു വാട്സപ്പിലുള്ള പ്രത്യേകത, നമുക്ക്
ഒരു നിശ്ചിത MBയിൽ കൂടുതലുള്ള വീഡിയോ വാട്സപ്പിലൂടെ അയക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ 100 MB വരെയുള്ള വീഡിയോ വാട്സപ്പിലൂടെ അയക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അടിയിൽ കാണുന്ന ഈ അറ്റാച്ച്മെൻറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആദ്യം കാണുന്ന ഡോക്യുമെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഡോക്യുമെൻ്റായി അയക്കേണ്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് സെൻഡ് നൽകിയാൽ 100 MB വരെയുള്ള വീഡിയോ നമുക്ക് വാട്സപ്പിലൂടെ അയക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന്, വാട്സപ്പിൽ നമുക്ക് ചില വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി കഴിഞ്ഞാൽ ആ വീഡിയോയുടെ MB നമ്മളെ മെമ്മറിയെ ബാധിക്കുന്നതാണ്. എന്നാൽ ചില യൂട്യൂബ് ലിങ്ക് മുഖാന്തരം വരുന്ന മെസ്സേജുകൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ആ യൂട്യൂബ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും ആ വീഡിയോയുടെ MB നമ്മളെ മെമ്മറിയെ ബാധിക്കുന്നതല്ല. അങ്ങനെ യൂട്യൂബ് ലിങ്ക് മുഖാന്തരം നമുക്ക് വാട്സപ്പിലൂടെ മെമ്മറി നഷ്ടപ്പെടാതെ വീഡിയോകൾ കാണാൻ സാധിക്കും. ഇനി നമ്മൾ വാട്സപ്പിൽ ഒരു കോൺഫറൻസ് കോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വാട്സപ്പിൽ ആർക്കാണോ വിളിക്കേണ്ടത് അവരെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ വീഡിയോ കോളിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. കണക്റ്റ് ആയതിനു ശേഷം മുകളിൽ കാണുന്ന ഈ പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആരെയാണ് വിളിക്കേണ്ടതെന്നുള്ള വാട്സപ്പിലെ കോൺടാക്ട്സ് കാണാം. അവിടെ വീണ്ടും ആളെ സെലക്ട് ചെയ്ത് ആ ആളെ നമുക്ക് വിളിക്കാം. ഇങ്ങനെ 4 പേര് വരെ വാട്സപ്പിൽ നമുക്ക് വിളിക്കാൻ സാധിക്കും. വാട്സപ്പിൽ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ചില ഗ്രൂപ്പുകളിൽ വരുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് ചില ഗ്രൂപ്പിൽ വളരെയധികം തിരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മളുടേതായ ഒരു മൈ ഗ്രൂപ്പ് വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരാളെ ഉൾപ്പെടുത്തി ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഗ്രൂപ്പ് ആയതിനു ശേഷം അയാളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്താൽ പിന്നെ നമ്മൾ മാത്രം ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന വീഡിയോയും ഫോട്ടോയും ആവശ്യമുള്ള മെസ്സേജുകളൊക്കെ എടുത്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് വെച്ചാൽ പിന്നെ മൈ ഗ്രൂപ്പ് തിരഞ്ഞാൽ എല്ലാ സാധനങ്ങളും ആ ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു വാട്സപ്പിലുള്ള സേവനമാണ് വാട്സപ്പ് വെബ്. നമ്മളെ വാട്സപ്പിനെ നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് ലാപ്ടോപ്പുമായിട്ട് എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൽ വാട്സപ്പ് വെബ് ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ വാട്സപ്പിലെ മുകളിലുള്ള ഈ 3 ഡോട്ടിൽ വാട്സപ്പ് വെബ് ഓണാക്കുക എന്നുള്ളതാണ്. വാട്സപ്പ് വെബ് ഓണാക്കിയതിന് ശേഷം നമ്മളെ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് വെബ് ക്ലിക്ക് ചെയ്താൽ ഒരു QR കോഡ് വരും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നമ്മുടെ കമ്പ്യൂട്ടറുമായി അല്ലെങ്കിൽ ലാപ്ടോപ്പുമായി കണക്റ്റ് ആയിരിക്കും. വരും ദിവസങ്ങളിൽ ഇനിയും മറ്റു കാര്യങ്ങൾ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.